1 2 3 4 ആഴ്ചകൾക്ക് മുമ്പിട്ട വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണിത്. ഇതാണ് ആ ഒരു സോക്സിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ട് തന്നെയൊരു പാവക്കുട്ടീൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുക്കാനാണ് പ്ലാൻ. ഇനിയിപ്പോൾ ഇത് അവളുടെ കൈ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ പിച്ചി ചീന്തി 4 കഷ്ണമാക്കാനുള്ള സാധ്യത കാണുന്നു. എന്തായാലും വേണ്ടില്ല. കണ്ണും മൂക്കുമൊക്കെ ഒന്ന് വരച്ചിട്ട് എന്താ കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് കളറും വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ ബ്രഷ് പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ മൂട് ഭാഗം ഉപയോഗിച്ചിട്ടാണ് കണ്ണൊക്കെ വരച്ച് കൊടുക്കുന്നത്. അവളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. ഇനി എഴുന്നേൽക്കുമ്പോഴേക്ക് ഇത് കാണിക്കണം. ഇന്നിനിപ്പോൾ കാണിക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. കാണിച്ചാലും റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ആയിട്ട് അവൾക്ക് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് വേഗം തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് അവൾക്ക് വേണ്ടി വരും, കളർ അവൾക്ക് വേണ്ടി വരും. പിന്നെ റൂമിൽ മൊത്തം വാരി വലിച്ച് എറിഞ്ഞ് എല്ലാ ചുമരിലും പെയിൻറ്റൊക്കെ ആക്കി നടക്കും. പിന്നെ അതെനിക്ക് തന്നെ ഒരു മെനക്കേടാകും. ഇപ്പം അതിന് ഞാൻ വായ വരച്ചെടുക്കുകയാണ്. വെള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വായ വരച്ചെടുക്കുക. കുറച്ച് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വായ. പക്ഷേ ഇത് കുറച്ച് കട്ടി കൂടിപ്പോയി എന്തോ പോലെ. ഇത് കുറച്ച് വെള്ളം വെക്കാതെ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്ര പെട്ടെന്ന് പോവാതിരിക്കാൻ വെള്ളം കൂട്ടാതെ കൊണ്ട് ഞാൻ ഈ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ടയായിട്ട് അവിടെയും ഇവിടെയും സ്റ്റിക്കായി പോകുന്നുണ്ട്. ഷേപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇത് മോശമായിട്ട് വരികയാണ്. ഒരു ഭംഗിയില്ലാതെ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, അവൾക്ക് കളിക്കാനുള്ളതല്ലേ. കണ്ണിൻ്റെ നടുവിൽ ഒരു വൈറ്റ് കളർ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചതിന് പക്ഷേ കൊളായി. അത്ര എനിക്കെന്തോ ഒരു പോലെ തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ മതി. ഇനിയിപ്പോൾ അത് അവൾക്ക് കൊടുക്കുമ്പോൾ എന്താ സ്ഥിതി എന്നൊക്കെ ആർക്കറിയാം. ഇതിൻ്റെ 2 സൈഡിലും ചെവി കെട്ടി കൊടുത്ത ഭാഗത്ത് ഒരു കയറ് വെച്ചിട്ട് ഒരു കെട്ടും കൂടെ കൊടുക്കണമെന്നുണ്ട്. ഒരു റിബൺ കെട്ടുന്ന പോലെ. നടക്കുമെന്നറിയില്ല. ആദ്യം ഞാൻ അടിയിൽ ഒരു നല്ല ടൈറ്റായി കൊടുക്കട്ടെ. കാരണം കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല, അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ ഒന്ന് കടിച്ച് വലിക്കാനുള്ള സാധ്യത ഉണ്ട്. എത്ര ദിവസം ഈ പാവക്കുട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. നോക്കട്ടെ. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ ഒരുപാട് ഉറുമ്പുകളൊക്കെ കാണുന്നുണ്ടാവും. ഇത് ഞങ്ങൾ തന്നെ ഓരോന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും മിഠായിയോ ചോക്ലേറ്റോ ഒക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് റാപ്പറിന്ന് വരുന്നതാണ്. പിന്നെ അവളുടെ മരുന്നൊക്കെ നിലത്ത് വീണിട്ട് ഈ ഒരു വിരിയിൽ വീണിട്ടുള്ള അതിൻ്റെ മധുരം കൊണ്ട് ഉറുമ്പുകൾ വരുന്നതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. ഇവൾ ഉറങ്ങുന്ന സമയത്തേ ഇപ്പോൾ ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഈ ഒരു പാവക്കുട്ടീൻ്റെ വർക്ക് തീർക്കാലോ വിചാരിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ച പോലെ ഒരു കെട്ടിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കഷ്ണം കൊണ്ട് സാധിക്കുന്നില്ല. നോക്കട്ടെ, ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് കെട്ടിടാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ചെവിയിൽ ഇത് വെച്ച് കൊടുക്കണം, ഒരു റിബണൊക്കെ കെട്ടുന്ന പോലെ. ഒരു വിധത്തിൽ കെട്ടി ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെവീൻ്റെ മുകളിൽ കെട്ടി വെക്കുന്നതാണ്. കഴുത്തിൽ വെച്ചാലോ എന്നുള്ളൊരു ഐഡിയ. ഇവിടെ വെച്ചാലും റെഡിയാവില്ല. കഴുത്തിൽ വെച്ചിട്ട് വെക്കാം, പക്ഷേ ഇനി ഒരു കയറൊക്കെ എടുത്ത് കൂട്ടി കെട്ടുമ്പോഴേക്കൊരു ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള റിബൺ കാണൂല. നോക്കട്ടെ, എങ്ങനെ തിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനും നടക്കില്ല. ചെവി തന്നെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അയ്യേ, എന്തോ ഒരു ബോറ് പോലെ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ അത് അങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ സൂചി നൂലൊക്കെ എടുക്കാൻ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനുള്ള ടൈമില്ല. പിന്നെ വെറുതെ വേസ്റ്റാണ്. അവൾ പല്ലുകൊണ്ടൊക്കെ കടിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ സൂചി നൂലൊക്കെ എടുത്ത് വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ കെട്ടിട്ടാൽ അതൊരു
ഓവറായിട്ടാണ് തോന്നുന്നത്. അയ്യേ, പരിപാടി നടക്കും തോന്നില്ല. വേണ്ട. വേണ്ട, ഇതൊരു സെറ്റാകും തോന്നില്ല. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയ്യേ, അത് ആക്ച്വലി അതിൻ്റെ ഒരു ഭംഗി കളയുന്ന പോലെ ആയിരിക്കും. എന്നാലും ട്രൈ ചെയ്യാൻ നോക്കട്ടെ. കുറേ ടൈമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂചി കൊണ്ട് നല്ല കട്ടിയിലൊക്കെ തുന്നി കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ തുന്നി റെഡിയാക്കി വരുമ്പോഴേക്കും അവൾ എഴുന്നേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അയ്യേ, ഒരു ഭംഗിയില്ല. വേണ്ട, തൽക്കാലം അത് ഒഴിവാക്കാം. ഇങ്ങനെ തന്നെ മതി. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നാണല്ലോ. ഇവിടെ എന്തേ വരയ്ക്കണോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. വൈറ്റ് ഇങ്ങനെ ഒരു സർക്കിളിൽ കൊടുത്താലോ? അത് ചിലരും വൃത്തികേടായിരിക്കും. വേണ്ട, അതും ചെയ്യണ്ട. ഭയങ്കര ചൂടാട്ടോ. ഈ ഒരു 2 ദിവസം മഴയൊന്ന് മാറി നിന്നപ്പോഴേക്ക് റൂമിൽ മൊത്തം നല്ല ചൂടാണ്. ഫാൻ ഇട്ടിട്ട് ഒരു കാര്യമില്ല സ്ഥിതിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പാവക്കുട്ടി ഇതാ ഈ ഒരു സൈസിലായിട്ടുണ്ട്. കൊള്ളാം, വലിയ മോശമൊന്നും തോന്നില്ല. ഷോക്സ് കൊണ്ടുള്ളൊരു DIY നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവൾക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും എന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പം മൈൻഡ് ചെയ്യാതിരിക്കും. എന്തായാലും വേണ്ടില്ല, കൊടുത്തു നോക്കാം. എന്തായാലും വേണ്ടില്ല. ഇനി നോക്കട്ടെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് അവളുടെ റിയാക്ഷനായിട്ട് എടുക്കാം. പ്രതീക്ഷിച്ച പോലെ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് പിന്നെ എന്നെ കണ്ട് കരച്ചിലായി. അതിനുശേഷം ഞാൻ പിന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. റിയാക്ഷനില്ല, എഴുന്നേറ്റ് വരുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം പാവക്കുട്ടി എടുത്ത് ഞാനൊരു ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റൂമിൽ എന്തെങ്കിലും പുതിയൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് അത് ആവശ്യമാണ്. പിന്നെ അതുമല്ല, അവൾക്കറിയാം ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്താ ഒരു വെറൈറ്റി സാധനം. അതാ ഈ കിടക്കയിൽ കാണുന്ന ഐറ്റംസൊക്കെ അങ്ങനെ എടുത്തു വെച്ചതാണ്. പുതിയ പുതിയ ഓരോന്ന് കാണും, അപ്പോൾ അത് അവൾക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ അതാ ഞാൻ കാണിക്കാൻ പോവാണ്. പാവക്കുട്ടി കണ്ടിട്ടില്ല, ഫുള്ള് കളിയിലാണ്, എന്തൊക്കെയോ കളിച്ച് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇനി എന്താ അവസ്ഥ എന്ന് ആർക്കറിയാം. നോക്കട്ടെ. വിളിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ആള് മൈൻഡേ ചെയ്യുന്നില്ല, എന്തോ വലിയ പരിപാടിയിലാണ്. ഹലോ കുഞ്ഞാവേ, എന്താ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്. കണ്ട് അതെന്താ അതെന്താ വിശദമായിട്ട് നോക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. വാവാ വാവേന് ഇഷ്ടായോ? അത് എറുമ്പടിയുണ്ടാ? എവിടെ? നോക്കട്ടെ. ഇഷ്ടായോ? അത് ഇഷ്ടായോ? അത് ഷോക്ഷാണ്. അതെന്താ സാധനം അറിയോ? ഷോക്സ്. എനിക്ക് വേണ്ട, അവയ്ക്കുണ്ടായി.
ഇഷ്ടായോ? അത് ഇഷ്ടായോ? ഉമ്മ ബാബ ഇഷ്ടായി? എന്നാ അമ്മയ്ക്ക് ഉമ്മട്ടാ, ഉമ്മട്ടാ, അമ്മയ്ക്ക് ഉമ്മ. ഉമ്മട്ടാ ഉമ്മ. എങ്ങോട്ടാ? എങ്ങോട്ടാ? പാവക്കുട്ടി ഉണ്ടാക്കുക. പാവ. എന്തായാലും ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനോണ്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതാ റൂമിൽ മൊത്തം വാരി വലിച്ചിട്ടിരിക്കുകയാണ് കളി സാധനമൊക്കെ. എനിക്കതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവളുടെ കുളിയും കഴിഞ്ഞിട്ടില്ല, എൻ്റെ കുളിയും കഴിഞ്ഞിട്ടില്ല. ഒന്ന് നന്നായി കുളിച്ചിട്ട് വേണം ഇവൾക്ക് ഒരു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ഉറക്കം ഉണ്ടാകും. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉറക്കാൻ വേണ്ടിയിട്ട്.